അച്ചൻകോവിലെ പള്ളിവാസലിലെ താമസക്കാർക്ക് പട്ടയം നൽകണം. രൂക്ഷമായ കാട്ടാനശല്യം മൂലം കൃഷിനാശം നേരിടുന്ന പള്ളിവാസലിലെ കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും നൂറ്റാണ്ടിലേറെയായി കുടിപാർത്ത് താമസിക്കുന്നവർക്ക് പട്ടയം നൽകണമെന്നും KTUC സംസ്ഥാന പ്രസിഡന്റ് റോയ് ഉമ്മൻ ആവശ്യപ്പെട്ടു. കമ്പ് ഒടിച്ച് അതിന്റെ മണ്ടേ കയറ്റി വണ്ടേ വെച്ചത്. ഈ കമ്പുകിന്റെ എന്താണ് തിന്നുന്നത്? വന്യമൃഗങ്ങളിൽ നിന്നും ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ അടിയന്തര നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പട്ടയം ലഭിക്കാത്തത് മൂലം യാതൊരു സർക്കാർ ആനുകൂല്യവും പള്ളിവാസലിലെ താമസക്കാർക്ക് ലഭിക്കുന്നില്ല. യോഗത്തിൽ KTUC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അച്ചൻകോവിൽ ശശിധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന പ്രസിഡന്റ് റോയ് ഉമ്മൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗീതാ സുഗുനാഥ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ പ്രധാന കാരണം 10-60 വർഷക്കാലം കൃഷി ഉപജീവനമാർഗമായി ജീവിക്കുന്ന സാധുക്കൾക്ക് വന്യമൃഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനൊരു ഫെൻസിങ്ങോ ട്രെഞ്ച് കുഴിക്കുകയോ അവരെ സംരക്ഷിക്കേണ്ട യാതൊരു വിധമായ കാര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇവിടെ ഇന്നലെ ഏതെങ്കിലും രീതിയിൽ കർഷക കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ജീവനൂടെ പൊലിയാനുള്ള സാധ്യതയുണ്ടായി. ദൈവാനുഗ്രഹം കൊണ്ട് ആരും ഇവിടെ ഇല്ലാതിരുന്നു. ഈ പ്രദേശം മൊത്തവും വെളുപ്പിച്ച് ആന കടന്നുപോയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ DFOയും വനമന്ത്രിയുമായി ഡയറക്റ്റ് അവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും അർഹമായ നഷ്ടപരിഹാരം നൽകി ഈ സാധുക്കൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. കർഷകരാണ് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത്. കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനുണ്ട്. ഇന്ന് സമസ്ത മേഖലകളും കർഷകർ വളരെയധികം ത്യാഗങ്ങൾ സഹിക്കുന്ന സമയമാണ്. വിലയിടിവ് മൂലം ഒരു സ്ഥലത്ത് വില വർധനവ് മൂലം സകല സാധനങ്ങളും വില വർധനവ്, ഉൽപ്പന്ന സാധനങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റുകൾ ഇല്ലാതാവുന്നു. ആ സ്ഥാനത്താണ് അവരുടെ ഏക വരുമാന മാർഗമായ തെങ്ങും കമുവുമെല്ലാം കാട്ടാനകൾ ഇറങ്ങി നശിപ്പിക്കുന്ന സാഹചര്യം. ഇത് പറയാനും ആരോട് പറയാനും ആര് കേൾക്കാനെന്നുള്ള സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.